ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന പാട്ടുകളാണ് ഇത്രയും നമ്മൾ പറഞ്ഞ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നെക്സ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓർഡറിനെ കുറിച്ച് അതുപോലെ തന്നെ ഡിഗ്രിയെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാവുന്നതാണ്. സോ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dt is equal to 2x + 6 അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ dy/dt ആണ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ചിലപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ്. അതിൻ്റെ മാക്സിമം പവർ എന്താണ്, 1 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി ആണെന്ന് പറയാം. dy/dt whole raised to 4 - 5t⁵5 is equal to 0 അല്ലേ. ആ ഓർഡർ ഫസ്റ്റ് ഓർഡർ ആണ്, അയാളുടെ മാക്സിമം പവർ 4 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ 4th ഡിഗ്രി ആണെന്ന് പറയാം. d²y/dt² plus dy/dt whole cube plus x² equal to 0 അല്ലെ. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d²y/dt² ആണ്. സെക്കൻഡ് ഓർഡർ ആണെന്ന് പറയാം, ഫസ്റ്റ് ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം. d²y/dt², കാരണം ഫസ്റ്റ് ഡിഗ്രി ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ ഹോൾ ക്യൂബ് ഉണ്ട്, പക്ഷെ അത് ഫസ്റ്റ് ഓർഡറിന്റെ മുകളിലാണ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് d²y/dt² ആണ്. പുള്ളിയുടെ പവർ 1 ആയതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി ആണെന്ന് പറയാം. നെക്സ്റ്റ് ഫോർത്ത് എക്സാമ്പിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് d²y/dt² whole raised to 7 plus dqy/dt³ whole raised to 5 is equal to 75y. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുന്ന ആരാ, തേർഡ് ഓർഡർ ആണ്. therefore തേർഡ് ഓർഡർ. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ ആരാണ്, 5 ആണ്. therefore 5th ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് ഡിസ്കഷൻ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം, ഇതിനകത്ത് പറയാവുന്ന ദ ജനറൽ ഫോർമുല ഫോർ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ജനറൽ ഫോർമുലയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് dy/dt-യും y-യും എന്തായിരിക്കും, മസ്റ്റ് ബി ഓഫ് ഫസ്റ്റ് ഡിഗ്രി. ഓക്കെ, as no product y into dy/dt may occur. y into dy/dt ഫോർമാറ്റിൽ ഒന്നും തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ലീനിയർ ആകുമ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് എങ്ങനെയാണ്, dy/dt plus v into y is equal to z, where v and z are constant or functions of time അല്ലെ. ടീയിലുള്ള ടൈമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ. വിയും സെറ്റും ഒന്നുകിൽ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ ടീയിലുള്ള എന്തായിരിക്കും, ഫംഗ്ഷൻസ് ആയിരിക്കും. സോ ജനറൽ സൊല്യൂഷന് നമുക്കൊരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല നമ്മൾ ഈ രീതിയിൽ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യും. therefore y of t എന്ന് പറയുന്ന ജനറൽ സൊല്യൂഷൻ e⁻⁻ vdt integral of z e⁻⁻vdt dt plus a, where a is the arbitrary constant. arbitrary constant ആയിട്ടാണ് നമ്മൾ a കണക്കാക്കുന്നത്. so a solution is composed of two parts. സൊല്യൂഷനകത്ത് രണ്ട് പാർട്ടുകളുണ്ട്. e⁻⁻ v dt into a is called the complementary function അല്ലെ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പാർട്ടിന് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ പാർട്ടിന് e⁻⁻v dt integral z into e⁻⁻v dt is called particular integral. so ആ particular integral നമുക്ക് എന്ത് ചെയ്യാം, yp എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, okay, we will start our discussion on the mathematical economics. mathematical economics നമ്മൾ പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ നമുക്ക് വരുന്നതെന്ന്. ആ സൊല്യൂഷനകത്ത് dy/dt ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ഭാഗം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയി. ആ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞൊരു ഭാഗം അതായിരുന്നു dy/dt നമ്മൾ എടുക്കുകയാണെങ്കിൽ dy/dt plus vy plus z vy is equal to z ആവുന്ന ഒരു കേസിലേക്ക് നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതിനകത്ത് നമുക്ക് പറയാവുന്ന ഒരു ഭാഗമാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് y of t എന്ന് പറയുന്നത് e⁻⁻v dt, അതായത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന v into a plus integral z e⁻⁻v dt. z എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന ഫംഗ്ഷൻ. z ഒന്നുകിൽ കോൺസ്റ്റന്റ് ആവാം അല്ലെങ്കിൽ ഫംഗ്ഷൻ ആവാം. അപ്പോൾ ഈ ഒരു കേസിലേക്ക് എ എന്ന് പറയുന്നത് ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. ആ ആർബിട്രറി കോൺസ്റ്റന്റിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് അവൈലബിൾ ആവും. അല്ലാത്ത എല്ലാ കേസിലും അത് ആർബിട്രറി കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്. Now see,
We move to example 3. Example 3 the general solution of the dy by differential equation dy by dt plus 4y is equal to 12. For this is v and z എന്ന് പറയുന്ന ആരാ 12 ആണ്. സോ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് വിയുടെ വാല്യൂ 4 ആണെന്നും സെഡിന്റെ വാല്യൂ 12 ആണെന്നും ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. y of t equal to e raised to minus integral v dt, e raised to minus integral for dt, a plus integral z into അതായത് 12 into e raised to integral v dt, വിയുടെ വാല്യൂ 4 ആണ്, for dt. അപ്പോൾ ഇന്റഗ്രൽ ഫോർ ഡി ടി എന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഫോർ ഡി ടി എന്ന് പറഞ്ഞാൽ ആരാ 40 പ്ലസ് സി ആണ് നമുക്കറിയാം ഇന്റഗ്രേഷന്റെ വാല്യൂ അല്ലെ. ഇന്റഗ്രൽ ഓഫ് എന്താ വരുന്നത് ജസ്റ്റ് ഇന്റഗ്രൽ ഡി ടി ആണെങ്കിൽ ടി ആണ്, ഇസിക്കൽ ടു ടി പ്ലസ് സി ആയിരിക്കും. ഇന്റഗ്രൽ ഓഫ് ഫോർ ഡി ടി ആണെങ്കിൽ ഇസിക്കൽ ടു 4 കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ ഡി ടിയുടെ ടി ആണ്, സോ 40 പ്ലസ് സി വരും. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 40 പ്ലസ് സി. സോ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് പറയാവുന്ന മറ്റൊരു കാര്യമാണ് സി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. ആർബിട്രറി കോൺസ്റ്റന്റ് ഇ വെച്ചിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്യാപിറ്റൽ എ വെച്ചിട്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ദസ് y of t is equal to e raised to minus 40 into a plus e raised to integral integral 12 into e raised to 40 dt എന്നുള്ളതിലേക്ക് വരും. സോ അടുത്ത കേസിലേക്ക് നമുക്ക് വരേണ്ടത് 12 into e raised to 40 dt യുടെ വാല്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ e raised to എന്ത് വരും 12 ഇന്റഗ്രൽ 12 ഇന്റഗ്രൽ 40 dt യിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്താ വരുന്നത് ഇന്റഗ്രൽ e raised to ഇന്റഗ്രൽ 12 e raised to 40 dt ആണ്. 12 കോൺസ്റ്റന്റ് ആണ്, പുള്ളിയെ അതുപോലെ നമ്മൾ എഴുതി. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 12 കോൺസ്റ്റന്റ് ആണ്, പുള്ളിയെ നമ്മൾ അതുപോലെ എഴുതി. സോ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പറയാം 12 into e raised to 40യുടെ ഇന്റഗ്രൽ e raised to 40 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. പ്ലസ് സി ആണ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനിൽ വരുന്നത്. 12ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. ഈ സിയെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. കാരണം എന്താ, ഇവിടെ ആർബിട്രറി കോൺസ്റ്റന്റ് എ അതിനെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും. സോ 3 e raised to 40 എന്നുള്ള രീതിയിലേക്ക്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 e raised to 40 plus c. The constant again substituting 16.2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് വന്നു. y of t is equal to e raised to 40 a into e raised to 40 into a plus 3 e raised to 40 integral 12. Therefore this is equal to e raised to minus 40 into a. Okay, e raised to minus a e raised to minus 40. So e raised to minus 40 into e raised to 40 compensate the way 3 matram balance. So the value will be a e raised to minus 40 plus 3 is the general solution. This is the general solution. See dear students, that is the general solution. adine namukku general solution ennu parayan pattum. So similar ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും we have a general solution here. This is what is called the general solution. ഈ ജനറൽ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഇത് പറഞ്ഞുപോയി. സോ വൈ സി ഈസ് ഈക്വൽ ടു എന്തായി പറയാൻ പറ്റും, വൈ സി എന്ന് പറയുന്നത് ആക്ച്വലി കോംപ്ലിമെന്ററി സൊല്യൂഷൻ എ റൈസ് ടു 40 ആയിരിക്കും. വൈ എന്തായി മാറും, വൈ പി എന്തായിട്ട് എടുക്കാൻ നമുക്ക് 3 എടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും ഇ റൈസ് ടു 40യുടെ ഇ റൈസ് ടു 0യുടെ വാല്യൂ 1 ആണ്. ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇ റൈസ് ടു മൈനസ് 40 വരുമ്പോൾ എന്തായി മാറും, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. ഓക്കെ, വൈ സി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് 40 വിൽ അപ്രോച്ചസ് ടു 0. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും yp, yt approaches. On that case, the yt, the entire solution will approaches to a particular solution. Yp is equal to 3 like vരും. So the intertemporal equilibrium level yt is dynamically stable എന്ന് നമുക്ക് അവിടുന്ന് പറയാൻ പറ്റും. To check this answer with general solution, because a has not been specified, a specify ചെയ്യാത്തതുകൊണ്ട് തന്നെ start by taking derivatives. ഡെറിവേറ്റീവ്സ് എടുത്തുകൊണ്ട് ഈ ജനറൽ സൊല്യൂഷൻ റേറ്റ് ശരിയാണോ നിങ്ങൾക്ക് നോക്കാം.
സോ ഡിവൈ ബൈ ഡി ടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒറിജിനലി നമ്മളിവിടെ കണ്ടെത്തിയ ഇതിനെയായിരിക്കും. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിവൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, ഓക്കെ, ഡിവൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് 40 പ്ലസ് 3 ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ വൈ ഓഫ് ടി ഡിവൈ ബൈ ഡി ടി എ ഇ റൈസ് ടു മൈനസ് 40 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -4 എ ഇ റൈസ് ടു മൈനസ് 40 വരും. 3യുടെ ഭാഗം 0 ആയി പോകും. So derivative of 3 0 ആയി പോകും. So dy by dt -4, this is y അല്ലെ, e raised to -40 എന്ന് പറയുന്നതിന് നമ്മൾ y ആക്കി എടുത്താൽ dy by dt is equal to -4 e raised to 40 നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ നമുക്ക് പറയാം അല്ലെ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും this is equal to a e raised to -40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും this is y -3 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, y -3 ആണെന്ന് പറയാം. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, a e raised to -40. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും this is equal 4y minus, therefore 4a e raised to -40 നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും 4 into y, 4y minus 4 into 3 -12 ആയിരിക്കും. സോ ടോട്ടലി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും this is dy by dt, sorry this just a minute, this is dy by, just a minute, this is dy by നമുക്ക് പറയാൻ പറ്റും this is equal to 4y, just a minute, I have a disturbance with device. This is equal to നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും this is equal to 4y minus 12 ആണെന്ന് പറയാം. So from here we can say, ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും that dy by dt, okay, from here we can say that dy by dt is equal to -4 e raised to -40 -4y അല്ലെ -12 ഉള്ള എന്തായി മാറും +12 ആണെന്ന് പറയാം. ആ -4y ഇങ്ങോട്ട് എടുത്താൽ dy by dt plus 4y is equal to ആയിരിക്കും 12 ആയിരിക്കും. സോ dy by dt equal to 12 minus 4y എന്ന് നമുക്ക് അതിനെ എഴുതാം. അതിനുള്ള നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് dy by dt നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഈസ് dy by dt plus 4y is equal to 12. സോ അതിലേക്കാണ് നമ്മൾ എത്തി dy by dt plus 4y is equal to 12 എന്ന് പറഞ്ഞു. സോ നമുക്ക് പറയാൻ പറ്റും y is equal to ഇതെന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി വേണമെങ്കിൽ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആൻസറിലേക്ക് എത്തുന്നതായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ബോധ്യപ്പെടും. ഓക്കെ, now we just move to other example. This is this we already done here. Just a minute. Now we move to exact differential equation. So what is exact differential equation and partial integration എന്നുള്ള ഡിസ്കഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. സോ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് പാർഷ്യൽ ഇന്റഗ്രേഷനിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ എ ഫംഗ്ഷൻ വിത്ത് മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ, നേരത്തെ y ഡിപ്പെൻഡന്റും എക്സ് ഇൻഡിപെൻഡന്റും ആയിരുന്നെങ്കിൽ ഇവിടെ y എന്ന അല്ലെങ്കിൽ ടി ഇൻഡിപെൻഡന്റും y ഡിപ്പെൻഡന്റും ആയിരുന്നു എഫ് ഓഫ് വൈ ടി നമ്മൾ എടുത്തു. That both are independent അല്ലെ. അപ്പൊ m ഡോ എഫ് ബൈ ഡോ വൈ എന്നുള്ളൊരു വാല്യൂ, n ഡോ എഫ് ബൈ ഡോ ടി എന്ന് പറയുന്ന വാല്യൂ എടുത്താൽ ടോട്ടൽ ഡിഫറൻഷ്യൽ നമ്മൾ എഴുതുന്ന ഈ രീതിയിലാണ് ഡി എഫ് ഓഫ് വൈ ടി ഈസ് ഈക്വൽ ടു എം ഡി വൈ പ്ലസ് എൻ ഡി ടി എന്ന് നമുക്ക് എഴുതാം. സിൻസ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഫംഗ്ഷൻ. And m and n are the partial derivatives of the equation 16.7 called the partial differential equation. നമുക്ക് പറയാം partial differentiating. m എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ വൈ. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പം എന്തായി മാറും, ടി കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. n എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ ടി ആണ്, എഫിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ വൈ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് നിന്ന് പറയാൻ പറ്റും ഇഫ് ദ ഡിഫറൻഷ്യൽ ഈസ് സെറ്റ് ഈക്വൽ ടു 0 സോ ദാറ്റ് എം ഡി വൈ പ്ലസ് എൻ ഡി ടി ഈക്വൽ ടു 0. എം ഡി വൈ പ്ലസ് എൻ ഡി ടി ഈക്വൽ ടു 0 ആവുകയും
is called exact differential equation. An exact differential equation എന്ന് പറയാൻ പറ്റും because the left side is exactly equal to the differential of the primitive of the function f of yt. So for an exact differential equation, we can say that dou m by dou t must be equal to dou n by dou y. This is very important. Dou m by dou t എന്ന് പറയുന്നത് dou n by dou y യോട് ഈക്വൽ ആവുമ്പോഴാണ് ഇക്വേഷൻ ഉണ്ടാവുന്നത്, എക്സാക്റ്റ് ആവുന്നത്. That is dou square f by dou t by dou square f by dou t dou y is equal to dou square f by dou y dou t ആവുന്ന ഒരു കേസിലേക്ക് വരും. അങ്ങനെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകുന്നു. See dear students, we discuss this in example 6. Example 6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് solve the exact non-linear differential equation അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കി നോക്കി എം ഡി വൈ പ്ലസ് എൻ ഡി ടി ഈക്വൽ ടു എന്തായി മാറി, സീറോയിലേക്ക് വന്നു. എം ഡി വൈ പ്ലസ് എൻ ഡി ടി ഈക്വൽ ടു സീറോയിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ദിസ് ഈസ് എം. ഓക്കെ, ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ദിസ് ഈസ് എം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാവുന്ന കാര്യമാണ് ദിസ് ഈസ് അവർ എൻ. ഓക്കെ, 3y² + 8dt എന്ന് പറയുന്നത് n ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഡോ എം ബൈ ഡോ ടിയും ഡോ എൻ ബൈ ഡോ വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡോ എൻ ബൈ ഡോ വൈ അല്ലെ, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഹിയർ എം ഇസ് ഈക്വൽ ടു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലെ. എം ഇസ് ഈക്വൽ ടു നമുക്ക് പറയാവുന്നതാണ് എൻ ഇസ് ഈക്വൽ ടു 3y² + 8dt. n ഇസ് ഈക്വൽ ടു ആരാ വരുന്നത്, 6yt + 9y². സോ ഡോ എം ബൈ ഡോ വൈ ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ഡോ എം ബൈ ഡോ ടി, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വൈയുടെ ടേം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ 6y is constant with respect to t integrate differentiate ചെയ്യുമ്പോൾ 6y and 9y², y is constant, so 9y² is equal to 0. Therefore 6y only remains here. Therefore dou m by dou t is equal to 6y. Similarly dou n by dou y. So here we have n is here. While calculating dou m by dou y, we have dou n divided by dou y. Dou n divided by dou y. We have dou n divided by dou y is equal to, with respect to y ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്, 3y². y² ഡെറിവേറ്റീവ് 2y ആണ്. 3 into 2 6y plus 8t. With respect to y ആയതുകൊണ്ട് 8t കോൺസ്റ്റന്റ് ആണ്. Therefore this is equal to 6y. So this is also 6y. Okay, so dou m by dou y, dou n by dou m by dou t is equal to ആരായി മാറും, dou n by dou y ആണ് അല്ലേ. രണ്ടും എന്താ വരുന്നത്, 6y ആ വരുന്നത്. സോ dou m by dou y is equal to എന്തായി മാറും, dou m by dou y is equal to dou n by dou t ആണ്. dou m by dou t is equal to dou n by dou y ആണ്. So this is exact. Okay, dou m by dou t is equal to dou n by dou y ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് dou m by dou t is equal to dou n by dou y ആണ്. രണ്ടിൻ്റെയും എന്താ വന്ന് 6y വന്നു. സോ ഈസ് ആൻ എക്സാക്ട്. ഇവിടെ പറഞ്ഞൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്, എക്സാക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ദിസ് ഈസ് എക്സാക്ട്, നോട്ട് എക്സാക്ട് എന്നല്ല, ദിസ് ഈസ് എക്സാക്ട്. ഓക്കെ, ദിസ് ഈസ് എക്സാക്ട് differential. So m is equal to dou f by dou y is a partial derivative. Okay, m നെ നമ്മൾ എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു t യിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആൻഡ് a new function z of t in terms of this one would have been eliminated by the original differentiation with respect to y. So note that dou y replaced by dy in partial integration. So f of yt നമ്മൾ എടുക്കാം, integral of this one നമുക്ക് എന്ത് പറയാൻ പറ്റും, this is equal to 6yt plus 9y². this is m അല്ലെ, m dou y plus z of t നമ്മൾ ഇവിടെ കൊടുത്തു. m y² വിത്ത് റെസ്പെക്ട് ടു y ചെയ്താൽ 3y² അല്ലെ,
6yt ആണ്. 6yt നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂസ് ഇവിടെ അവൈലബിൾ ആവുന്ന വാല്യൂസ് നമ്മൾ കയ്യിലുണ്ട്. ആരാ വരുന്നത്? 6y² ഇൻറ്റു ടി ആയിരിക്കും അല്ലെ, ടി കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇത് ചെയ്യുമ്പോൾ 9y³ ആയിരിക്കും അല്ലെ, ഒരു പവർ കൂടും. സോ 6y² ആകുമ്പോൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാല്യൂസ് ലഭ്യമാവും. This is equal to 6y² 2. Sorry, we can cancel 2 with 6. Okay, we can cancel 2 with 6. Okay, 2 and 6 will cancel the 3y² t. Therefore, this is equal to 3y² t. And 9y², we can cancel 3 and 9, we will have 3. So this is 3y³ and z of t is there. See, dear students, so z of t നമ്മുടെ കയ്യിലുണ്ട്. So this gives the original function except the unknown additive terms t and z of t. So 16.9 ഈ കിട്ടിയ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. z ഉള്ള ഫംഗ്ഷൻ അവിടെ ഉള്ളത് വിത്ത് റെസ്പെക്ട് ടു t. സോ ∂f/∂t നമ്മൾ ചെയ്യും. സോ ∂f/∂t ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ 3y² ടിയിൽ 3y² വരും. 3y³ എന്ത് ചെയ്യും? പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. സോ z of t എന്തായി മാറും? z' of t ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു കേസിൽ ∂f/∂t is equal to ആരായിരിക്കും? n ആയിരിക്കും. ആൻഡ് ∂f/∂t n ആണെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ∂f/∂t എന്ന് പറയുന്ന ആരാണ്? n ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് n is equal to നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ∂f/∂t എന്ന് പറയുന്നത് n ആണെന്നും ∂f/∂y എന്ന് പറയുന്നത് m ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് നമുക്ക് അതിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും എന്താ? ∂f/∂t എന്ന് പറയുന്നത് n ആണ്. n എന്ന് പറയുന്ന ആരാണ്? 3y² 80 ആണ്. 3y² 80 ആണെന്ന് നമുക്ക് ഇവിടുന്ന് അറിയാം. 3y² 80 is n. ഓക്കെ, സോ 3y² 80 plus 80 ആണ്. സോ ∂f/∂t is equal to 3y² plus 80. അപ്പോൾ എഫിലേക്ക് വരണം, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ∂f/∂t എന്ന് പറയുന്നതിന് രണ്ട് വാല്യൂ കിട്ടി. 16.10 3y² plus z' of t, ഇവിടെ 3y² plus 80 കിട്ടി. സോ 3y² plus 80 is equal to 3y² plus z' of t. We can cancel 3y² and 3y². So z' of t equal to 80. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം z' with respect to t. So now we integrate z' with respect to t to find the missing terms. So z' integrate ചെയ്യുമ്പോൾ z of t ആവും. So integral of 80 ആണ്, 80 dt. 80 dt എന്ന് പറഞ്ഞാൽ 80യുടെ ഇന്റഗ്രൽ ആരായിരുന്നു? 8 into t²/2 അല്ലെ, പ്ലസ് c ആണ് വരാനുള്ളത്. So this is equal to cancel ചെയ്ത് കഴിഞ്ഞാൽ 8 t-യും 40². So that is equal to 40². So f of y t ആണ് മാറ്റി. z of t നമ്മൾ f of y t നമ്മളിവിടെ മാറ്റി എഴുതിയ ഒരു ഭാഗമുണ്ട് അല്ലെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ടുകളുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ആരാണ്? നമ്മളുടെ f of y t എന്ന് പറയുന്നത്. സോ ഫ്രം ഹിയർ f of y t we can write as f of y t is equal to f of y t is equal to ആരാ വരുന്നത്? y t is equal to 3y² t plus 3y³. 3y² t plus 3y³. And finally we have z of t is here. So z of t നമ്മൾ കണ്ടെത്തി 40². That is 40² plus c. So this is the solution. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സൊല്യൂഷനിലേക്ക് എത്തി. This is what is called the solution of the given differential equation. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, this differential equation is exact. ഇവിടെ നോട്ട് എക്സാക്ട് എന്ന് പറഞ്ഞാൽ ശരിയല്ല, കാരണം ∂m/∂t is equal to ∂n/∂y ആണ്. അതുകൊണ്ട് അത് എക്സാക്റ്റ് ആണ്. ഇവിടെ നോട്ട് ഈക്വൽ ടു അല്ല, ദിസ് ഈസ് ഈക്വൽ ടു ആണ്. ഓക്കെ, ആ ഒരു കാര്യം മാത്രം അതിൽ നോട്ട് ചെയ്തു. Now we just move to integrating factors. Integrating factorsലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ not all differential equations are exact. എല്ലാ differential equations എന്തായിക്കോണമെന്നില്ല, exact ആയിക്കോണമെന്നില്ല. However, some can made be exact by means of an integrating factor. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എക്സാക്റ്റ് അല്ലാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എക്സാക്റ്റ് ആക്കാൻ പറ്റും. ദിസ് ഈസ് എ മൾട്ടിപ്ലയർ വിച്ച് പെർമിറ്റ്സ്, ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ആക്ച്വലി എ മൾട്ടിപ്ലയർ which permits
equation to be integrated. See, example 7 നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. Testing the non-linear differential equation അല്ലേ, mdy so plus ndt. okay, mdy plus ndt equal to 0. ശരിയല്ലേ? this is mdy plus ndt. okay, mdy plus ndt ലേക്ക് വരുന്നത്. സോ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും this is m. see, this is m, this is m, and 5y, this is n. okay, and this is 5y square plus 8 is actually n. so നമ്മൾ എന്തെടുക്കുന്നു, m is equal to n is equal to 5y square plus 8t, n is equal to m is equal to 5yt. so dou m by dou t is equal to 5y, and dou n by this one, dou n by dou y, that is equal to 5y square എന്ന് വരും, that is equal to 10y വരും. 80 യുടെ ഭാഗം എന്തായി മാറും. so from here we know dou m by dou t is equal to 5y, dou n by dou y is equal to 10y. they are not equal. okay, സോ എന്ത് ചെയ്യും, ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ തൊട്ട് പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് വി മൾട്ടിപ്ലൈ വിത്ത് ആൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ടു മേക്ക് ഇറ്റ്സ് എക്സാക്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, അതിനകത്ത് നിന്ന് ഡോ എം ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഡോ എം ബൈ ഡോ വൈ ആവണമെങ്കിൽ ഇവിടെ 10y ഉണ്ട്, ഇവിടെ 5y ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, അതിന് 10yt ആക്കി കൊടുത്തു. അതിന് ആ രീതിയിൽ ലഭ്യമാവുന്നെങ്കിൽ ഇവിടെ എന്ത് കിട്ടും, this is equal to 5yt square ആക്കി കൊടുത്തു. ഓക്കെ, yt സ്ക്വയർ ആക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ എന്തായി മാറി, 5y സ്ക്വയർ ഉണ്ട്, കൂടെ ഒരു ടിയെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. the t is the integrating factor here. see, ആ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ 8t സ്ക്വയർ അതുപോലെ തന്നെ അല്ലെ, 80യോട് കൂടെ ഒരു ടിയും കൂടി ചേരുമ്പോൾ 8t സ്ക്വയർ ആയി. ആ പുതിയ ഇക്വേഷനിൽ എന്ത് ചെയ്തു, ഇത് m ഡാഷ് ആയി എന്ന് പറയാം, ദിസ് മേ ബി n ഡാഷ് ആയി എന്ന് പറയാം. നമുക്ക് ഡോ എം ഡാഷ് ബൈ ഡോ ടി ചെയ്ത് നോക്കൂ. ഡോ എം ഡാഷ് ബൈ ഡോ ടി ചെയ്ത് കഴിഞ്ഞാൽ 10 അല്ലേ, ആരാ വരുന്നത്, yt. ഡോ എൻ ഡാഷ് ഡിവൈഡഡ് ബൈ ഡോ y is equal to 80 സ്ക്വയറിന്റെ ഭാഗം പോകും 2 into 5 10 yt. so in both case we can say that this is equal to, just a minute. okay, in both cases, രണ്ട് കേസിലും നമുക്ക് പറയാം this is equal to 10yt. so that is here. പുതിയ m n കൊടുത്തത് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ എം ഡാഷ് എൻ ഡാഷും അതിന് എമ്മിനും എന്നിനും പകരമായിട്ട് എടുത്തത് എടുത്തോളൂ. എം n തന്നെ കൊടുത്താൽ പോലും there is no problem. so we made it exact. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. സോ റൂൾസ് ഫോർ ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നുണ്ട്? അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ കണ്ടെത്തുന്നത് ഇതാണ്, ഡോ എം ബൈ ഡോ ടി നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ വൈ ആണെങ്കിൽ എന്താ പറയാൻ പറ്റും, നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സാക്ട് അല്ലാതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. രണ്ട് റൂൾ വെച്ചിട്ട് കാണാം. ഒരു ഫോർമുല എന്താണ്, 1/n ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എം ബൈ ഡോ ടി മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വൈയിലുള്ള ഒരു ഫംഗ്ഷനായി മാറും. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു ഇന്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ ആയിരിക്കും അവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറായി വരുന്നത്. രണ്ടാമത്തെ റൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആക്കാം. വൈയും ടിയും ആണല്ലോ ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇവിടെ വൈ ആണ്, രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആരാണ്, ടി ആണ്. അപ്പോൾ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ലഭ്യമാവണമെങ്കിൽ 1/n സ്ഥാനത്ത് എന്തായി മാറും, 1/m ആവും. ഡോ എം ബൈ ഡോ ടിയുടെ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരും, ഡോ എൻ ബൈ ഡോ വൈ കൊണ്ടുവരും. ഡോ എൻ ബൈ ഡോ വൈയുടെ സ്ഥാനത്തേക്ക് ഡോ എം ബൈ ഡോ ടി. അപ്പോൾ 1/n ഉള്ളിടത്ത് 1/m ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ വൈ മൈനസ് ഡോ എം ബൈ ഡോ ടി വരികയാണെങ്കിൽ അത് ടിയിലുള്ള ഒരു ഫംഗ്ഷനായി മാറും. സോ ഇ റേസ് ടു ഇന്റഗ്രൽ ജി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും. സോ വി ക്യാൻ ചൂസ് എനി ഓഫ് ദിസ് റൂൾ 1 or either rule 1 or rule 2 to find an integrating factor. See dear students,
എക്സാമ്പിൾ 7 നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ 5y_t dy 5y² പ്ലസ് 8t dt ഈക്വൽ ടു 0. എം എന്ന് പറയുന്നത് 5y_t ആണ്, എൻ എന്ന് പറയുന്നത് 5y² പ്ലസ് 8t ആണ്. ഡോ എം ബൈ ഡോ ടി നോട്ട് ഈക്വൽ ടു ഡോ എം ബൈ ഡോ ടി നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ വൈ ആണെന്ന് പറഞ്ഞു നമ്മൾ. അതുകൊണ്ട് തന്നെ എന്താണ് നോട്ട് എക്സാക്ട് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ റൂൾ 1 അപ്ലൈ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. റൂൾ 1 എന്താ വരുന്നത്? 1/n ഡോ എം ബൈ ഡോ ടി മൈനസ് ഡോ എൻ ബൈ ഡോ വൈ ആണ്. സോ 1/n വാല്യൂ 1/5y² പ്ലസ് 8t ഇൻറ്റു അല്ലെ, നെക്സ്റ്റ് വരുന്ന ആരാ? ഡോ എം ബൈ ഡോ ടി മൈനസ് ഡോ എൻ ബൈ ഡോ വൈ. ഡോ എം ബൈ ഡോ ടി ഈസ് 5y. ഡോ എം ബൈ ഡോ ടി ഈസ് ഡോ എം ബൈ ഡോ ടി. ഡോ എം ബൈ ഡോ ടി ആരാ? 5y മൈനസ് എന്താ? ഡോ എൻ ബൈ ഡോ വൈ 10y. ഓക്കെ, ഇസ് ഈക്വൽ ടു ആരാ വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാൻ പറ്റും? 5y മൈനസ് 10y ആവുമ്പോൾ മൈനസ് 5y. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5y. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 5y. സോ മൈനസ് 5y മൈനസ് 5y ഡിവൈഡഡ് ബൈ 5y² പ്ലസ് 8t നമുക്ക് എഴുതാൻ പറ്റും. സോ വിച്ച് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് y. ഇത് ഫംഗ്ഷൻ വൈയിൽ മാത്രമുള്ള ഫംഗ്ഷൻ അല്ല. നമ്മളോട് പറഞ്ഞത് എന്താ? അത് ചെയ്ത് കഴിഞ്ഞാൽ വൈയിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ വിച്ച് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് y alone. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? And is not a function of y alone. So we will not able to supply integrating factor of equation. അപ്പോൾ റൂൾ 1 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണെന്ന് പറയാൻ സാധിക്കില്ല. സോ വി വിൽ അപ്ലൈ റൂൾ 2. അപ്പോൾ റൂൾ 2 ആവുന്ന സമയത്ത് 1/m ഇൻറ്റു റൂൾ 2ലേക്ക് ഒന്ന് നോക്കി നോക്കൂ. റൂൾ 2 പറയുന്നത് 1/m ഇൻറ്റു ഡോ എം ഡിവൈഡഡ് ബൈ ഡോ എൻ ബൈ ഡോ വൈ മൈനസ് ഡോ എം ബൈ ഡോ ടി ഈക്വൽ ടു ജി ഓഫ് ടി ആവും. 1/m ആരാ? 1 ആരാ വരുന്നത്? എം അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5y_t 1/5y_t ഇൻറ്റു ഇനി എന്താ വരുന്നത്? ഡോ എൻ ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 10y മൈനസ് ഡോ എം ബൈ ഡോ ടി മൈനസ് 5y is equal to നമുക്ക് 10y minus 5y is equal to that is equal to 5y divided by 5y. 5y cancel ചെയ്താൽ 1/t. This is a function of t around, so this can be acceptable as an integrating factor. This may be a integrating factor like നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ integrating factor എന്താ? e raised to integral, അതായത് ഇത് integrating factor 1/t അല്ല integrating factor. 1/t ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ g of t എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് t alone ആയതുകൊണ്ട് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഈ ഫോർമുല വെച്ചിട്ട് എന്താ? ഇ റേസ് ടു ഇന്റഗ്രൽ അല്ലെ, ഇ റേസ് ടു ഇന്റഗ്രൽ ജി ഓഫ് ടി ഡി ടി ആണെന്ന് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ ജി ഓഫ് ടി ആരാ? 1/t ഡി ടി ആയിരിക്കും. ഇ റേസ് ടു ഇന്റഗ്രൽ ലോഗ് ടി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായിരിക്കും? ടി ആയിരിക്കും. സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിസ്റ്റിക്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് നിങ്ങൾ ഇവിടെ ടി ഉപയോഗിച്ചത് ആ ഒരു കാരണത്താലാണ്. ഓക്കെ, സിമിലർ ആയിട്ട് ഇനി സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മളിതിലേക്ക് പറയാനുള്ളത്. സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ കോംപ്ലിക്കേഷനിലേക്കൊന്നും പോവാതെ ഒരു പ്രോബ്ലത്തിലേക്ക് പോയാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. സോ following calculation illustrates separation of variable. Procedure to solve non-linear differential equation. See, dy by dt equal to y² k. നമ്മുടെ ഉദ്ദേശം വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈയുടെ ടേമിനെ മുഴുവൻ ഒരു സൈഡിലേക്കും ടിയുടെ ടേമിനെ മുഴുവൻ ഓപ്പോസിറ്റ് സൈഡിലേക്കും കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ് മാത്രമേ നമ്മളവിടെ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, സോ വൈയുടെ ടേമിനെ മുഴുവൻ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു, ടിയുടെ ടേമിനെ മുഴുവൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. y² വന്നു, dy ഡിവൈഡ് ബൈ y² ആയി. ഡി ടി ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ടി ഡി ടി ആയി. സോ r is equal to 1/y², s is equal to t ആയി. സോ ഇത്രയേ ഉള്ളൂ. 1/y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? y raised to -2 ആക്കി എടുക്കാം. സോ ഇന്റഗ്രേറ്റ് ചെയ്യും, ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇന്റഗ്രൽ ഓഫ് y raised to -2 dy ഇന്റഗ്രൽ ഓഫ് t dt. y raised to -2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? y raised to -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 ആണ് ഇന്റഗ്രേഷന്റെ വാല്യൂ വരിക. That is equal to y raised to -2 + 1, y raised to -1 divided by -1. That is equal to minus y in y raised. That is equal to നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? -y raised to -1. അതാണ് ഇവിടെ -y raised to -1.
പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ C1. ടി ഡി ടി ആണെങ്കിൽ നമുക്കറിയാം T²/2 ആണെന്ന്, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആയിട്ട് C2 നമ്മൾ. സോ this is equal to y raised to minus 1 by y എന്നെടുത്തു, C1 minus C2 എടുത്തു, സോറി C2 minus C1 ഇങ്ങോട്ട് കൊണ്ടുവന്നു നമ്മൾ. C1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആരാ വരുന്നത്? C2 minus C1 ആയി മാറും. So this is equal to y minus y raised to minus 1 is minus 1 by y. Okay, minus 1 by y നമ്മൾ ചെയ്യാം. minus 1 by y ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കക്ഷി minus 1 by y. C1 നമ്മൾ പതുക്കെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ minus C1 വരും. അപ്പോൾ 2 കൊണ്ട് നമ്മൾ C1 C2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2C2 minus 2C1 ആയി. So T² minus 2C2 minus 2C1 by 2. So 1 by minus 1 by y അങ്ങനെയാണെങ്കിൽ ഈ 2C2 minus 2C1 ഒരു C ആക്കിയിട്ട് അങ്ങ് മാറ്റി. ഓക്കെ, ദിസ് ഈസ് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിനെ ഒന്നിച്ചൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ മാറ്റി. സോ അതിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിനെ അതിലെ C ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒരു C ആക്കി മാറ്റാം. സോ minus 1 by y ഇതിനെ റെസിപ്രോക്കൽ എടുത്തു, ഈ മൈനസ് സൈൻ ഇങ്ങോട്ടൊന്ന് -2 divided by T² plus C. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷന്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ വന്നു. dy/dt സെപ്പറേഷൻ ഓഫ് വേരിയബിളിൽ നിന്ന് നമ്മൾ സൊല്യൂഷനിലേക്ക് വന്നു. This is the general solution that we found, where C is an arbitrary constant. So since the constant of integration is arbitrary until it is evaluated, obtain a particular solution നമ്മൾ obtain ചെയ്യുന്നവരെ അതെന്താണ്, general solution ആണ്, arbitrary constant ആയിരിക്കും C എന്ന് പറയുന്നത്. It will be treated generally, not specifically, in the initial steps of the solution. E raised to C and log C also used to express the constant. E raised to C log C ഒക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. ജനറലി നമ്മൾ C എന്ന് എഴുതിയാൽ തന്നെ അത് ഓക്കെ ആയിരിക്കും. So this is y is equal to -2 into T² plus C whole inverse. അല്ലെ, -2 into T² plus C whole inverseലേക്ക് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ പറ്റും. This is equal to y is equal to -2 into T² plus C whole inverse. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ളതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും, അതാണ് T² plus C whole inverse. സോ dy/dt നിങ്ങൾക്ക് എടുക്കാം. This is equal to -1 into -2 into T² plus C എന്തായി മാറും, T² plus C whole raised to -2 into T² ഡെറിവേറ്റീവ് 2 that is equal to ആരാ വരുന്നത്, മൈനസ് മൈനസും പ്ലസ് ആയി 2 into 4i 40 divided by T² plus C whole square ആവും. സോ dy/dt is equal to ആരാ വരുന്നത്, y² t അല്ലെ, y² എന്താ വരുന്നത്, dy/dt is equal to ഇവിടെ വരുന്ന ആരാ, y² t എന്നാണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് എ മിനിറ്റ്. സോ അതിനകത്ത് dy/dt is equal to -2 divided by T² plus C whole square into Ti മാറും. സോ ദിസ് is equal to, that is the 40 അല്ലെ, y എന്ന് പറയുന്ന ആരാ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. ദിസ് is equal to y എന്ന് പറഞ്ഞാൽ -2 divided by T² plus C, -2 divided by T² plus C whole square into T തന്നെയാണ്. സോ from here we found the equation is okay, that we found from here. Okay, just economics applicationലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞേക്കാം. Given the demand function QD equal to C plus Vp, the supply function QS equal to G plus HP, the equilibrium price is P bar is equal to C minus G divided by H minus V. So assume the rate of change of the price in the market as dP/dt is a positive linear function of excess demand QD minus QS7. So dP/dt എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോസിറ്റീവ് linear function എന്ന് പറയുന്നത് dP/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m into QD minus QS ആയിരിക്കും, ഡിമാൻഡ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിരിക്കും, where m is a constant which is greater than 0. The condition for dynamic price stability in the market, under what condition P of T എന്ന് പറയുന്ന പ്രൈസ് ഫംഗ്ഷൻ അല്ലെ will converge to P bar. Who is P bar? P bar is the equilibrium price. ആ equilibrium പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ആസ് whenever T tends to infinity, ടൈം അതല്ലെങ്കിൽ ഏതാണ് വേരിയബിൾ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ can be calculated as shown below. അതിന്റെ ഒരു ഡിസ്കഷനും കാൽക്കുലേഷനും നമ്മൾ ഇവിടെ നടത്തുന്നത്.
So given parameters in the QD and QS നമ്മൾ അതിലേക്ക് ചെയ്യാം. QD എന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് C plus BP ആണെന്ന്, QS ആണ് G plus HP ആണെന്നും കൊടുത്തു. ആ ഇക്വേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ dP by dt equal to M into C plus BP minus G plus HP. Therefore M into C plus BP minus G minus HP ആക്കാം. So rearranging general format നമ്മൾ rearrange ചെയ്യാൻ പോവാണ്. dP by dt plus M into H minus B. Okay, H minus B. അല്ലെ ഇയാളെ മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ H minus B into P ആയി. P എന്നുള്ള ഫംഗ്ഷൻ M into C minus D. അതിനകത്ത് P എന്ന് പറയുന്നത് dP by dt നമ്മൾ കൊടുക്കുന്നത് ഇത് വൈയുടെ ഭാഗത്തേക്ക് ബിയുടെ വാല്യൂ ആയിട്ട് ആരെ വരുന്നത്, ദിസ് ഇസ് സ്റ്റാൻഡ്സ് ഫോർ ബി അല്ലെ. ഇവിടെ ഈ ഭാഗമാണ് ആർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നത്, വിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നത്. ദിസ് ഇസ് സ്റ്റാൻഡ്സ് ഫോർ ബി. ആൻഡ് സെഡിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ആരാ, ദിസ് സ്റ്റാൻഡ്സ് ഫോർ സെഡ്. ഓക്കെ, സെഡിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നത്, സോറി, സെഡിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നത് എന്താണ്, ഇതാണ്, ദിസ് സ്റ്റാൻഡ്സ് ഫോർ സെഡ്. സോ പി ഓഫ് ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബി എന്ന് പറയുന്നത് എം ഇൻറ്റു എച്ച് മൈനസ് ബി ആയിരിക്കും, സെഡ് എന്ന് പറയുന്നത് എം ഇൻറ്റു സി മൈനസ് ബി ആയിരിക്കും. ലീനിയർ ഇക്വേഷനിലേക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് വന്നു. വൈക്ക് പകരം ഇവിടെ പ്രൈസ് ഫംഗ്ഷൻ പി ആണ്, ടിക്ക് പകരം ടി തന്നെയാണ്. അതുപോലെ ബിക്ക് പകരം ആരാ, എച്ച് മൈനസ് ബി, എം ഇൻറ്റു എച്ച് മൈനസ് ബി ആണ്. സെഡിന് പകരം എം ഇൻറ്റു സി മൈനസ് ബി ആണ്. സോ പി ഓഫ് ടി is equal to e raised to minus integral b dt into a into integral z into e raised to integral b dt dt. So e raised to minus integral v dt a plus integral z e raised to vt dt ആണ് നമുക്ക് വരുന്നത്. e raised to minus vt a plus z e raised to vt by v ആയിരിക്കും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത്. സോ e raised to ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a e raised to minus vt plus z divided by v ആയിരിക്കും ആൻസർ വരുന്നത് അല്ലെ. z divided by vt, കാരണം e raised to minus vt കൊണ്ട് ചെയ്യുമ്പോൾ a e raised to minus vt, e raised to minus vt e raised to plus vt കൂടി പോയിട്ട് z by v മാത്രം എന്തായി മാറും, ബാക്കിയാവും അവിടെ. ഓക്കെ, സോ whenever t equal to 0, t യുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് p of 0 എന്ന് പറയുന്ന ആരാ, a plus z by v ആയിരിക്കും. സോ a equal to ആരായി മാറും, p of 0 minus z by v ആയിരിക്കും. സോ p of t എന്ന് പറയുന്ന ആരായി മാറും, p of 0 minus z by v. ഓക്കെ, p of t യുടെ ഫംഗ്ഷനിൽ എയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ആ വാല്യൂനെ കൊടുത്തു. p of 0 minus z by v into e raised to minus vt plus z divided by v. This is the solution of the actual price function. Okay, p of t എന്ന് പറയുന്നത് p of 0 minus z by v into e raised to minus vt into e raised to minus vt plus z by v എന്നുള്ള രീതിയിലേക്ക് പോകാം. So finally we replace b is equal to m into h minus b, z equal to m into c minus g. So p of t എന്ന് പറയുന്ന വാല്യൂനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് p of 0 minus z by v ചെയ്ത് m ക്യാൻസൽ ചെയ്ത് c minus g divided by h minus b വരും into e raised to minus m into h minus b t. This is equal to c minus plus c minus g divided by h minus b വരും. So ഈ രീതിയിൽ തന്നെ p of t ലേക്ക് മാറ്റുമ്പോൾ p of 0 minus, this is actually p bar. So p bar into e raised to minus minus m into h minus b into t plus p bar like that. Since p of 0, p bar and m greater than 0, the first term in the right hand side will converge towards 0 whenever t tends to 0. അല്ലെ, ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും ഇതിലേക്ക്. So this p of t will converge towards p bar only if h minus b greater than 0. For a normal case where its demand is negatively sloped, the supply is positively sloped. The demand negatively sloped ആയിരിക്കും b less than 0 supply എന്തായി മാറും, പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും h greater than 0. The dynamic stability condition is assured. The market with the positively sloped demand function or negatively sloped supply function will also be dynamically stable as long as h greater than b. h greater than b ഒരു ഫെയർ ആയിട്ടുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്യും, അത് മുന്നോട്ട് പോവാം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.